Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ടുഡേയ്സ് മൈ ബർത്ത്ഡേ ആൻഡ് ഐ എം ടേണിംഗ് ടു 25. സോ ഞാൻ ഇന്നത്തെ ഒന്ന് ഫിലിം ചെയ്ത് വെക്കാം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതൊക്കെ. സോ ദാറ്റ് ഒരു 50 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ എനിക്കിതെടുത്ത് കാണാമല്ലോ അല്ലേ. അപ്പം ഞാൻ ഏത് സിറ്റുവേഷനിലായിരുന്നു, ഇവിടെ നിന്ന് എവിടം വരെ എത്തി എന്നൊക്കെ എനിക്ക് ആലോചിക്കാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ്സ് വൈ. സോ ഇപ്പോൾ ഒരു സമയം 6:30 ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ വീട്ടിലല്ല. ഇന്ന് എന്തൊക്കെയാണ്, എങ്ങനെയാണ് എൻ്റെ ദിവസം എന്നൊക്കെ ഞാൻ കാണിക്കാം. സോ എനിവേസ് ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ ഇനി 25 വയസ്സായെന്ന് പറഞ്ഞാൽ കുറേ അമ്മാവനും അമ്മായിസും ഒക്കെ വരും. മീൻസ് 25 വയസ്സായി എന്നിട്ട് കല്യാണമൊന്നും ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം കാലൊക്കെ മാറി, അത് ഓർക്കുക കേട്ടോ. പണ്ടത്തെ പോലെ 18 വയസ്സ് കഴിയുമ്പോഴേ പിടിച്ച് കെട്ടിക്കാറൊന്നും അല്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ. അതൊക്കെ നോക്കാം. സോ എനിവേ നമുക്ക് ഇന്നത്തെ ദിവസം കാണാം. സോ കം ഓൺ ഗൈസ്, ഡേറ്റ് കെട്ടി വെച്ചു. സോ ആദ്യം തന്നെ നമുക്ക് വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ ഹൈഡ്രേഷൻ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് വെള്ളം കുടിച്ചില്ല ശരിയാവില്ല, കാരണം എനിക്ക് മൈഗ്രെയിനൊക്കെ പെട്ടെന്ന് വരും. സോ ഓൾവേസ് ഹൈഡ്രേറ്റഡ്. സോ ഞാൻ രാവിലെ ചായ കാപ്പി അതൊന്നും കുടിക്കാറില്ല. എപ്പോഴും എനിക്ക് വെള്ളം വേണം. എനിക്കും തന്നെ വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പം തുടങ്ങിയാലോ. ഇന്നത്തെ ദിവസം എന്തൊക്കെ ഉണ്ടായി, എന്താണ് ഇന്നത്തെ പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, പക്ഷേ കുറേ അലക്കാനും നനയ്ക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ എനിക്കിന്ന് ഹെയർ ഓയിൽ ചെയ്യണം, ഷാമ്പു ചെയ്യണം, അങ്ങനത്തെ പരിപാടിയൊക്കെ കുറേ ഉണ്ട് പ്ലാനിൽ. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രെഡ് ഉണ്ട്, മുട്ടയുണ്ട്. സോ ഓഫ്കോഴ്സ് ബ്രെഡ് ഓംലെറ്റ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കാം. പിന്നെ കുറച്ച് റീൽസ് എടുക്കണം എന്ന് പ്ലാനുണ്ട്. അപ്പം അതൊന്ന് നോക്കണം, ഏത് റീലാണ് എടുക്കേണ്ടതെന്നൊക്കെ. കണ്ടൻറ്റ് ഇല്ല ഗൈസ്, യൂട്യൂബിലിടാൻ കണ്ടൻറ്റ് വേണമല്ലോ. റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. എനിവേസ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഹെയർ ഓയിലും ചെയ്യാം. ഇത് സീക്രട്ട് ഹെയർ ഓയിലിൻ്റെ ബ്ലാക്ക് ചാം ഓയിൽ ഇതാണ്. അതായത് കരിഞ്ചീരകമാണെന്ന് തോന്നുന്നു. അതിൻ്റെ വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കും, നല്ലതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും എൻ്റെ ബോട്ടിൽ വേറെയാണ്, അത് വീട്ടിൽ കൊണ്ടുവച്ചു. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ. അത് നല്ലതാണ്. ഇതിൻ്റെ ഒരു സ്പ്രേ ബോട്ടിലും ഇതും കൂടെ എനിക്ക് കോംബോ ആയിരുന്നു. ഒരു 100 സംതിങ് അത്ര ഉണ്ടായിരുന്നു. ആമസോൺ അല്ല തോന്നുന്നു, മീഷോ. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ല യൂസ്ഫുള്ളാണ്. നമുക്കിങ്ങനെ ജസ്റ്റ് പോയാൽ മതി, ഓയിൽ അപ്ലൈ ആയിക്കോളും നല്ലതുപോലെ. പിന്നെ സ്പ്രേ ബോട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ടോണർ സ്പ്രേ അല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അത് ബുദ്ധിമുട്ട്. ടോണർ നമുക്ക് മുഖത്ത് അത് ഒന്നാമത് വെള്ളം പോലെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ സ്പ്രേ ബോട്ടിൽ തപ്പിയത്. അപ്പോൾ അതിലൂടെ ഇത് കിട്ടി. ഇപ്പം ഇത് നല്ല യൂസ്ഫുള്ളാന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ഹെയർ ഓയിലിങ് ചെയ്യാം. അപ്പം ഞാൻ നല്ലതുപോലെ ഹെയർ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒന്നാമത് ലോങ് ഹെയർ ആയതുകൊണ്ട് നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഇടയ്ക്ക് കുടുങ്ങിപ്പോവും. അപ്പോൾ ഇതുണ്ടോ, ഇതിങ്ങനെ ജസ്റ്റ് സ്ലൈഡ് ചെയ്താൽ മതി, ഓയിൽ അപ്ലൈ ആയിക്കോളും. നമുക്ക് ഒറ്റയ്ക്ക് വയ്ക്കുന്ന സമയങ്ങളിൽ ആരുടെയും ഒരു സഹായമില്ലാതെ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. വീട്ടിലൊക്കെയാണെങ്കിൽ അമ്മയൊക്കെ അപ്ലൈ ചെയ്ത് തരും. അപ്പോൾ കുറച്ച് അപ്ലൈ ഒക്കെ ചെയ്തിട്ട് ഞാനിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വല്ലപ്പോഴും നടക്കുന്ന സുദിനമാണ് എൻ്റെ തലയിൽ. അപ്പം ഞാൻ പിന്നെ എൻ്റെ മണി പ്ലാന്റൊക്കെ ഒന്ന് കുറച്ച് കെയർ ചെയ്തു. പിന്നെ ഞാൻ ചിയാ സീഡ് ഇട്ട വെള്ളം കുടിക്കാറുണ്ട്, അത് കുടിച്ചു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, കാരണം നല്ല വിശപ്പുണ്ടായി. അപ്പോൾ ബ്രെഡ് ഓംലെറ്റ് ഒന്നും ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഞാൻ 4 ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടാണ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഇരിക്കുകയല്ലേ, ഒരു മാസ്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോഫി മാസ്ക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഒന്നുമില്ല, വെറുതെ കുറച്ച് കോഫി പൗഡറും വെള്ളം കൂടെ മിക്സാക്കി ചേർത്തു. അത് നല്ല ഡീറ്റാനിങ് ചെയ്യാനുള്ള അടിപൊളി മാസ്ക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലതുപോലെ ടാൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഓർത്തു ഇനി അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഫേഷ്യൽ ഹെയർ ഒന്ന് റിമൂവ് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അലോവേര ജെല്ലെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ അലോവേര ജെൽ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു പാക്കേജ്ഡ് അലോവേര ജെൽ യൂസ് ചെയ്യുന്നത്. നോർമലി ഞാൻ വീട്ടിൽ നമ്മുടെ ഒറിജിനൽ അലോവേര ജെല്ലില്ല, അത് അമ്മ കുറേ നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ആക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ അതിനൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിയതാണ്. ഇത് വിവേഡയാണ്. അപ്പോൾ ഞാൻ ഫേഷ്യൽ ഹെയർ നമ്മളെപ്പം റിമൂവ് ചെയ്താലും ഇത് യൂസ് ചെയ്യണം, അലോവേര ജെൽ. അല്ലെങ്കിൽ നമുക്ക് അത് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഞാനിതാണ് യൂസ് ആക്കാറ്. അല്ലെങ്കിൽ നമുക്ക് നല്ല സ്ട്രോബെറി സ്കിന്നൊക്കെ ഇല്ല, അത് ഫേസിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഇറിറ്റേഷൻസ്, പിമ്പിൾസ്, ഇച്ചിങ് ഒക്കെ കുറേ വരാറുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഒരു ദിവസം സ്കിപ്പ് ചെയ്തിട്ട് നോക്കിയപ്പോൾ എനിക്കത് കാര്യം മനസ്സിലായത്. പിന്നെ ഞാൻ അലോവേര ജെൽ ഇല്ലാതെ ചെയ്യാറേ ഇല്ല. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടും അലോവേര ജെൽ നല്ലോണം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഇറിറ്റേഷൻസ് ഒക്കെ വരും. പിന്നെ ഞാൻ ഓർത്തുന്നൊരു ചാർക്കോൾ ഫേസ് മാസ്ക് ഇടാമെന്ന്. അപ്പോൾ അത് ഇട്ടു. അത് കഴിഞ്ഞപ്പം എന്തായാലും കുറേ നേരം എടുക്കും അത് ഒന്ന് പിടിച്ച് ഡ്രൈ ആവാൻ. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കിയിട്ടു. പിന്നെ എനിക്കൊരു ഡ്രസ്സ് അയൺ ചെയ്യണമായിരുന്നു, ഞാൻ പുറത്ത് പോയായിരുന്നു. അപ്പോൾ ഞാൻ അയൺ ചെയ്യാനായിട്ട് ആ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു
പച്ചയാണോ പച്ചയുടെ ഒരു വെറൈറ്റി. ഓക്കെ, ആ ഒരു ഡ്രസ്സാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫേസിൽ അത് ഡ്രൈ ആയി. അപ്പോൾ ഞാൻ അത് ഇളക്കി കളഞ്ഞു. പിന്നെ ഞാൻ ഈ ഷാമ്പു, മെട്രിക്സിൻ്റെ ഷാമ്പും ഹാൻഡ് കണ്ടീഷണറും പിന്നെ ബോഡി വൈസിൻ്റെ ഒരു ബോഡി വാഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് സ്കിൻ കെയറിലേക്ക് കിടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്പ്രേ ബോട്ടിൽ കേട്ടോ. അപ്പോൾ ഞാൻ ടോണർ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ടേ. അപ്പോൾ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ നല്ല പാടാണ് ടോണർ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സിറം, ഞാനിത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ സിറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടോണറും പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നല്ലോണം അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെടുത്ത മോയ്സ്ചറൈസർ, അത് ഫേസ് ഷോപ്പിൻ്റെ മോയ്സ്ചറൈസറാണ്. കുറേ കാലമായിട്ട് ഞാനിത് യൂസ് ചെയ്യാട്ടോ, തീരുന്നില്ല, കുറേ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും യൂസ് ചെയ്തു. അത് നല്ലോണം മോയ്സ്ചർ ചെയ്യുകയും നമ്മുടെ സ്കിന്ന് നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യും. പിന്നെ അപ്പോൾ അതും അപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റായിട്ട് സൺസ്ക്രീൻ, അതും പ്ലമ്മിൻ്റെ വാട്ടർമെലൺ ഡ്യൂയി സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അതെനിക്ക് അത്ര ഇഷ്ടമല്ല, പിന്നെ ഞാനോർത്ത് തീർന്നിട്ട് നമുക്ക് അടുത്തെടുക്കാമെന്ന്. അപ്പം അതാണ് യൂസ് ചെയ്യുന്നത്. പുറത്ത് പോകാനുള്ളതുകൊണ്ട് ഒന്നാമത് ടാൻ അടിച്ച് ഞാനിപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തല്ലേ ഉള്ളൂ, ഇനി ടാൻ അടിക്കാൻ വയ്യാത്തതുകൊണ്ട് അതിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലമ്മിൻ്റെ ഒരു ലിപ് ബാം ലാസ്റ്റായിട്ട് ഇട്ടിട്ട് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻസൊക്കെ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഈ ഒരു ലിപ് മാസ്കും അടിപൊളിയാട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് പോയിട്ട് നമ്മൾ പുറത്തുനിന്നൊരു ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ നേരെ ലുലു പോയിട്ട് മക്ഡൊണാൾഡ്സിൽ നിന്ന് ഒരു ഒറിയോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ബർത്ത്ഡേ അല്ലേ, ഐസ്ക്രീമിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് വെറുതെ ഇവിടെ മിനിസോയിലൊക്കെ ഒന്ന് കയറി. മിനിസോയിൽ ചെന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഇപ്പോഴാണോ വന്നതെന്ന് എനിക്കറിയില്ല, ഇങ്ങനത്തെ മേക്കപ്പ് പൗച്ചൊക്കെ കുറേ ഉണ്ട്. ബാർബിയുടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ബാർബിയുടെ കുറേ ഒരു റാക്ക് ഫുള്ള് ബാർബിയുടെ കാര്യങ്ങളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ചെറിയൊരു ബ്രൗണിയൊക്കെ വാങ്ങിച്ച് എൻ്റെ ഫസ്റ്റ് ഈ ഒരു ദിവസത്തെ ബർത്ത്ഡേ കേക്ക് സെലിബ്രേഷനായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞി ബ്രൗണി, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. അതൊക്കെ മുറിച്ച് കഴിച്ച് ആസ്വദിച്ചു. എനിക്കെന്തോ ഒരു ജസ്റ്റ് നല്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഫ്ലാറ്റിലേക്ക് പോയപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഒരു സർപ്രൈസായിട്ടൊരു ബർത്ത്ഡേ കേക്ക് തന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഞാൻ ആ കേക്കൊക്കെ മുറിച്ചു. നട്ടി ബബ്ലി ഇതായിരുന്നു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ട്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ പേരും കണ്ടുപിടിച്ചു. ഹാപ്പി ബർത്ത്ഡേ പാറു എന്നൊക്കെ എഴുതിയിട്ടുണ്ടായി. സോ ദാറ്റ് വാസ് ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മുറിച്ചു. പിന്നെ ലാസ്റ്റ് വീക്ക് ഈ ഒരു സാറ്റർഡേ എൻ്റെ പിറന്നാളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ സാറ്റർഡേ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടുകാർ എനിക്കൊരു കേക്കൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും എനിക്കൊരു കേക്കൊക്കെ വാങ്ങി തന്നു. അപ്പോൾ അന്ന് ഞാൻ വീട്ടിലൊരു കേക്ക് മുറിച്ചിട്ടുണ്ടായി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഓക്കെടാ, ബൈ.